السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحابه അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ധാരാളം തിരക്കുകളുള്ള ആളുകളാണ്. നമ്മുടെ സ്വന്തം തൊഴിലിൻ്റെ കാര്യത്തിൽ നമുക്ക് തിരക്കുണ്ടായിരിക്കും. നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ചികിത്സകൾ, നമ്മുടെ പൊതുകാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, വളരെ വലിയ തിരക്കുകളുണ്ടായിരിക്കും. അപ്പോൾ പല പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിച്ചു പോവാൻ അതിനൊരു മുൻഗണനാക്രമം, ഒരു മുൻഗണനാക്രമം നമ്മൾ എന്ത് ചെയ്യണം, നിശ്ചയിക്കണം. അപ്പോൾ അതിലേറ്റവും പ്രധാനമായൊരു കാര്യമാണ് നമ്മുടെ ആരാധനകൾ, നമ്മുടെ മതപരമായ കടമകൾ, അതൊക്കെ നിർവഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ മക്കളുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അതിന് ആരും ഉപദേശിക്കാതെയും പറഞ്ഞു തരാനും തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും എന്ത് പ്രയാസവും എത്ര പണം ചെലവഴിക്കാനും നമ്മൾ തയ്യാറാണ്. ഒരുപക്ഷെ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ കുട്ടികളുടെ കാര്യത്തിലായിരിക്കും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായൊരു മതബോധവും കാഴ്ചപ്പാടും നൽകുന്നതിൽ മാതാപിതാക്കൾക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ നമ്മുടെ സമീപനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ആ കുട്ടിയുടെ ജീവിതത്തെ മാറ്റുന്നതിൽ വളരെ വലിയ സ്വാധീനമുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ വിശ്വാസയോഗ്യമാണോ എന്നറിയില്ല. സത്യത്തിൽ കുട്ടികളുടെ കേൾവി ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ കുട്ടിയുടെ പിതാവ്, പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയുടെ പിതാവ് ആ കുട്ടിയുടെ അടുക്കൽ വെച്ച് ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം പോലും ഒരു പക്ഷേ ആ കുട്ടിക്ക് തിരിച്ചറിയാനാവുമെന്നാണ് പറയുന്നത്. കാരണം അവൻ ഗർഭപാത്രത്തിൽ നിന്ന് കേട്ട ആ സൗണ്ട് ഒരു പക്ഷേ ജനിച്ചാൽ അവന് തിരിച്ചറിയാൻ പറ്റിയേക്കാം എന്ന് പറയുമ്പോൾ ഗർഭിണിയായ മാതാവും അതിനെ പരിചരിക്കുന്ന കുട്ടിയുടെ പിതാവും ആ കുട്ടിയിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളും ബന്ധങ്ങളും ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്വാധീനമാണ് അവർക്കുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ്റെ ജീവിതം രൂപപ്പെട്ടു വരുമ്പോൾ അതിലൊരു വലിയ പങ്ക് മാതാപിതാക്കൾക്കാണുള്ളത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ വിശ്വാസപരവും അല്ലാതെയൊക്കെയുള്ള അടിസ്ഥാന ബോധം അത് മാതാപിതാക്കളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സത്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും കലാലയത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും ഉസ്താദുമാരെ കൊണ്ട് ട്യൂഷൻ കൊടുക്കുന്നത് കൊണ്ടോ മാത്രം മതിയാവുന്ന ഒരു കാര്യമല്ലത്. നമ്മൾ അറിവുള്ളവരായിരിക്കണം. നമ്മുടെ കുട്ടികൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ആ ചോദ്യത്തിന് പ്രാഥമികമായൊരു ഉത്തരം നൽകുവാനുള്ള അറിവ് നമുക്ക് വേണം. ആ അറിവ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ അറിവ് കൂടെയാണത്. അതുണ്ടെങ്കിൽ നമുക്കത് പകർന്നു നൽകാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ രക്ഷിതാക്കൾ ചോദിക്കും, കുട്ടികൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അവർ മതപരമായ കാര്യങ്ങളിൽ സംശയം ചോദിക്കും, ഒരുപക്ഷെ ഗോളശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം, പ്രകൃതിപരമായ കാര്യം, ഇതിനെല്ലാം ഉത്തരം പറയുവാനുള്ളൊരു അറിവ് മാതാപിതാക്കൾക്ക് ആർജിക്കാനാവുമോ? എന്തായാലും പ്രാഥമികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ളൊരു അറിവ് വായിച്ചോ ചോദിച്ചോ അറിഞ്ഞോ ഒക്കെ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒരു ചെറിയ കുട്ടി ചോദിക്കുന്ന, വളർന്നു വരുമ്പോൾ ചോദിക്കുന്ന അവൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അവനെ നല്ലൊരു വിശ്വാസിയാക്കാനും നല്ലൊരു കാഴ്ചപ്പാടുള്ളവരാക്കാനും നമുക്ക് പറ്റും. ഒരുപക്ഷെ ആ ചോദ്യത്തിന് സംതൃപ്തകരമായൊരു ഉത്തരം നൽകാൻ കഴിയാതെ വന്നാൽ ഒരുപക്ഷെ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആയി അവൻ മാറാനുള്ള സാധ്യതയെയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിവാഹ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്, ആ വിവാഹിതയാകുന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നൊരു സമയം, സത്യത്തിൽ ആ സമയത്ത് പല പെൺകുട്ടികളും കരയാറുണ്ട്, വൈകാരികമാകാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് അങ്ങനെ അവർ കരയുന്നത്? ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു വിവാഹ ജീവിതം, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചു പോകുമ്പോൾ സുരക്ഷിതമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരാൾ കരയേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായി ചോദിക്കാം. പക്ഷെ അത് ജീവിതത്തിലെ ഒരു പറിച്ചു നടലാണല്ലോ. അതായത് സ്വന്തം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്നും മറ്റൊരു സംരക്ഷണത്തിലേക്ക്, സ്വന്തം വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക്,
സ്വന്തം ഈ നിലവിലുള്ള ജീവിതത്തിൽ മറ്റൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അതൊരു വൈകാരിക നിമിഷമാണ്. എന്തായിരുന്നാലും ആ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഒരു ഇമോഷൻ, ഒരു വൈകാരികത സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ വീട്ടിലെ മുതിർന്ന ഒരു കുട്ടി കരയുമ്പോൾ, വീട്ടിൽ ചെറിയൊരു പെൺകുട്ടി, ഒരു 6 വയസ്സോ 7 വയസ്സൊക്കെ ആയ ഒരു പെൺകുട്ടി ചോദിക്കുന്നത്, എന്തിനാണെന്നാ പിന്നെ കല്യാണം നടത്തുന്നത്, എന്തിനാണ് വിവാഹം നടത്തുന്നത്? ആ ചോദിക്കുക എന്തിനാണ്? ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് പോകേണ്ട ഒരു അവസ്ഥ എന്തിനുണ്ടാക്കുന്നു എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം. ഒരു പക്ഷേ വിവാഹത്തെക്കുറിച്ച് ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആദ്യത്തെ ഒരു കാഴ്ചപ്പാടെന്താ? വിവാഹമെന്ന് പറഞ്ഞാൽ അത് സങ്കടവും വേദനയുടെയും ഒരു ദിനമാണ്. വിവാഹിതയാകുന്ന പെൺകുട്ടി സന്തോഷിക്കുകയോ ആഹ്ലാദിക്കുകയോ അല്ല ചെയ്യുന്നത്, കരയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ദുരന്തം എനിക്കും വരാനുണ്ടല്ലോ എന്ന് വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവൾക്ക് തോന്നാം. അവിടെ ഒരു ഉത്തരമുണ്ടല്ലോ. അവൾ ചോദിക്കുന്നു, എന്തിനാണ് അപ്പോൾ ഈ കല്യാണം നടത്തുന്നത്? ഇങ്ങനെ കരയാനാണെങ്കിൽ അതിനൊരു മറുപടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനാണ് വിവാഹം? എന്താണ്? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു രക്ഷിതാവ് വേണം, അവൾക്ക് ഒരു ഗാർഡിയനായ ഒരാൾ വേണം. അപ്പോൾ അത് ഇതുവരെ വാപ്പയമ്മയായിരുന്നു, ഇനി ഭർത്താവാണ് അല്ലേ? എൻ്റെ ഉമ്മനാരാ നോക്കണം? എൻ്റെ ഉപ്പയല്ലേ നോക്കണത്? നിൻ്റെ ഉപ്പയല്ലേ നോക്കണം? അങ്ങനെ ഒരു സംരക്ഷകൻ വേണം. ഇനി അവർക്ക് എന്ത് ചെയ്യണം? മക്കൾ വേണം. ആ മക്കളെ അവർക്ക് നോക്കണം. വിവാഹത്തിൻ്റെ ഭാവിയിൽ ആ മക്കളാണ് പിന്നെ അവരെ നോക്കുക. ഒരു കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭമാണല്ലോ അത്. അതിന് ഉത്തരം നൽകിയില്ലെങ്കിലോ വിവാഹത്തോട് തന്നെ ജീവിതകാലം മുഴുവനും അവൾക്ക് പ്രതിഷേധമായിരിക്കും. ആ വിവാഹം അവൾക്കൊരു പേടി സ്വപ്നമായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന മതപരവും അടിസ്ഥാനപരവുമായ ധാരാളം ചോദ്യങ്ങൾക്ക് ബോധപൂർവം ഉത്തരം നൽകാനും അവരുടെ ഭാഷയിൽ സംസാരിക്കാനുമായാൽ നമ്മുടെ കുട്ടികൾക്ക് പല അറിവുകളും നമുക്ക് നൽകാൻ പറ്റും. അതിൽ നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് ഈ അറിവുകൾക്കുണ്ട്.